ഒരു ക്യാൻസർ രോഗി ആശുപത്രിയിൽ ചികിത്സയ്ക്കായി പോകണമെങ്കിൽ നാട്ടിലെ ഒരു ഗുണ്ടയുടെ അനുമതി വാങ്ങണം എന്ന് പറയുന്നത് എന്ത് തരത്തിലുള്ള നിയമമാണ്? ഷോ കാണിച്ചാൽ ആശുപത്രിയിൽ പോകാൻ അനുവദിക്കില്ലെന്ന് പറയാൻ ആ പറയുന്നവന്റെ പിതാശ്രീ വിട്ടുകൊടുത്തിരിക്കുന്ന സ്ഥലത്തല്ല റോഡ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ലളിതമായിട്ടുള്ള മറുപടി. പത്ത് ദിവസം മുമ്പ് പ്രഖ്യാപിച്ച അങ്ങനെ പറ്റുകാലത്ത് പുള്ളിക്ക് അങ്ങനെ വരാനായിട്ട് മരുന്നൊക്കെ ഉണ്ടോ? മരുന്ന് കഴിക്കാനുണ്ട് അറിയാമോ? നിങ്ങൾ ഒരു ജീവന് വേണ്ടി ഒരു ജീവൻ ബലിയാടാകും കേട്ടോ. നിങ്ങൾ എന്ത് കാണിക്കണ? ഞാൻ ക്യാൻസർ പേഷ്യന്റ് രോഗത്തിന്റെ മുമ്പിൽ ഇങ്ങനെ പറയരുത്. ഒരു രോഗിയോട് അങ്ങനെ പറയരുത് ഞാൻ ക്യാൻസർ പേഷ്യന്റാ. ദിവസം മുമ്പ് പ്രഖ്യാപിച്ച ഹർത്താലാണ്. ജനങ്ങൾ സഹകരിച്ചാൽ മതിയോ? പനപ്പൂമാനമേ ഒരു രാഗമേഘം രോഗം എന്നത് ചോദിച്ചിട്ടാണോ നോട്ടീസ് അടിച്ചോ? രോഗം തന്നെ നിങ്ങൾ എനിക്ക് പോകാൻ പറ്റണ്ട. എന്റെ ശാരീരിക ഞങ്ങൾ ഇത് പ്രഖ്യാപിച്ചാൽ അന്ന് തന്നെ പോകണം. ഞാൻ 3 മണിക്ക് പോകുന്ന 6 മണിക്കല്ലേ ഹർത്താൽ? 6 മണിക്കല്ലേ ഹർത്താൽ പൊളിക്കണമെന്നാണ് നിനക്ക് നിർബന്ധം? ഞാൻ വരില്ല. ഞങ്ങൾ ജീവിക്കട്ടെ. വിടില്ല വിടില്ല വിടില്ല. നിങ്ങൾ ഇത്ര തർക്കിച്ചോണ്ട് വിടില്ല. മസിൽ പിടിച്ചോണ്ട് വിടില്ല. എടാ, ഇന്ന് വരെ ദൈവത്തിന് നിരക്കാത്തൊരു വർത്താനം പറയാത്ത നാവായത്. എന്നാലും നിന്നെ അത് വിളിക്കാതെ എന്റെ ചൊറിച്ചിൽ മാറത്തില്ല. എടാ കള്ള പൊലയാടി മോനെ. ഇന്നത്തെ ഹർത്താൽ ആരുടെ ശക്തി തെളിയിക്കാൻ? ജനങ്ങളെ ബന്ദിയാക്കി ആഘോഷമാക്കുന്ന പ്രതിഷേധം. രോഗബാധിതരായവർക്കും പ്രത്യേകിച്ച് ക്യാൻസർ പോലുള്ള ഗുരുതര രോഗങ്ങൾ നേരിടുന്നവർക്കും ആശുപത്രിയിലെത്താൻ പോലും വഴിയില്ലാത്ത അവസ്ഥ. അടിയന്തര സേവനങ്ങൾ പോലും തടസ്സപ്പെടുമ്പോൾ പ്രതിഷേധത്തിന്റെ ഉദ്ദേശ്യം എന്താണെന്ന് ചോദിക്കേണ്ടി വരുന്നു. സാധാരണ ജനങ്ങളുടെ ജീവിതം താറുമാറാക്കി ജോലി, പഠനം, ചികിത്സ നാട് ചുട്ടുപൊള്ളുമ്പോൾ KSRTC ബസ്സുകളിൽ യാത്രക്കാരെ മണിക്കൂറുകൾ തടഞ്ഞുവെക്കുന്നത് പ്രതിഷേധമല്ല, അതിക്രമമാണ്. ഇന്ന് നടന്നിരിക്കുന്നത് സത്യത്തിൽ സോളിഡാരിറ്റിയുടെ പ്രഖ്യാപനമല്ല, മറിച്ച് തികഞ്ഞ അർത്ഥത്തിലെ സാഡിസമാണ്. ഹർത്താലിന്റെ പേരിൽ മനുഷ്യന്റെ പൊതുവഴിയിലെ സഞ്ചാര സ്വാതന്ത്ര്യത്തിനെ, വാഹന ഗതാഗതത്തിനെ, ഓഫീസിന്റെയും കടകളുടെയും പ്രവർത്തനത്തിനെ തടയുന്ന ആൾക്കാരെ ഹർത്താൽ അനുകൂലികളെന്നല്ല ഗുണ്ടകൾ എന്നാണ് വിളിക്കേണ്ടത്. അക്രമം നടത്തുന്നതിന് വേണ്ടി ഒരു ഹർത്താലിൽ ഒരാൾക്കും നമ്മുടെ നാട്ടിൽ അധികാരം നൽകുന്നില്ല. അത് നിയമങ്ങളോ ഭരണഘടനയോ കോടതിയോ നൽകുന്നില്ല. ഔചിത്യം എന്നൊരു സാധനമുണ്ട്. ഒരു മനുഷ്യനായ കുറച്ചൊക്കെ ഔചിത്യം വേണം. അങ്ങനെ ആരുടെയെങ്കിലും സഞ്ചാര സ്വാതന്ത്ര്യമോ അവരുടെ ജോലിയുമായി ബന്ധപ്പെട്ട അവരുടെ ഉപജീവന മാർഗത്തിനെ തടയുന്ന പ്രവൃത്തി ഉണ്ടായിട്ടുണ്ട് എങ്കിൽ ആ നടന്നിരിക്കുന്നതിന് തെമ്മാടിത്തരം എന്നാണ് പറയേണ്ടത്. അത് ചെയ്യുന്ന ആൾക്കാരെ ഗുണ്ടകൾ എന്നാണ് വിളിക്കേണ്ടത്. തെമ്മാടിത്തരം ഒരിക്കൽ പറഞ്ഞാൽ മതിയോ? ഇവിടെ എന്താ ചോദിക്കാൻ പറയാനോ ആളില്ലേ? ഒരു ക്യാൻസർ രോഗി ആശുപത്രിയിൽ ചികിത്സയ്ക്കായി പോകണമെങ്കിൽ നാട്ടിലെ ഒരു ഗുണ്ടയുടെ അനുമതി വാങ്ങണം എന്ന് പറയുന്നത് എന്ത് തരത്തിലുള്ള നിയമമാണ്? ഷോ കാണിച്ചാൽ ആശുപത്രിയിൽ പോകാൻ അനുവദിക്കില്ലെന്ന് പറയാൻ ആ പറയുന്നവന്റെ പിതാശ്രീ വിട്ടുകൊടുത്തിരിക്കുന്ന സ്ഥലത്തല്ല റോഡ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ലളിതമായിട്ടുള്ള മറുപടി. നിങ്ങളുടെ കോസിനൊപ്പമാണ്. പക്ഷെ അത് ഇവിടെയുള്ള സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരെ തടസ്സപ്പെടുത്തിയിട്ടാണോ? കീമോതെറാപ്പിക്ക് ഒരാളിന് ഡേറ്റ് കിട്ടുക എന്ന് പറയുന്നത് നിങ്ങളുടെ ഹർത്താൽ നോക്കിയിട്ടാണ് ഒരു സർക്കാർ സംവിധാനത്തിൽ അത് ചെയ്യേണ്ടത്? ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റിയുടെ ഒരു പരീക്ഷ നടക്കുന്ന സമയത്ത് നിങ്ങളുടെ ഹർത്താലിന്റെ ഡേറ്റ് നോക്കിയിട്ടാണോ ആ പരീക്ഷ മാറ്റിവെക്കേണ്ടത്? അത് രാജ്യവ്യാപകമായിട്ട് പല സംസ്ഥാനങ്ങളിൽ നടത്തുന്ന പരീക്ഷയാണ്. അപ്പൊ നിങ്ങളുടെ കോസിനോടൊപ്പം നിൽക്കുന്ന ആൾക്കാരെ ശത്രുക്കളായി കണ്ട് അവരെ കൂടി ഈ കോസിൽ നിന്ന് അകറ്റുന്ന തരത്തിലുള്ള ഗുണ്ടായിസം നടത്തിയതിനു ശേഷം ഞങ്ങൾ ദളിത് വിഭാഗത്തിലുള്ള ആൾക്കാരായതുകൊണ്ട് ഇവിടെ സഹകരിച്ചില്ല എന്നല്ല പറയേണ്ടത്. പക്ഷേ ഇപ്പോൾ ശ്രീജിത്ത് പണിക്കർ പറയും പോലെ ഈ ഹർത്താൽ നടത്തിയവരെല്ലാം ഗുണ്ടകളെന്ന് പറയാൻ പറ്റില്ല. അക്രമങ്ങൾ ഉണ്ടായി എന്നുള്ളത് വസ്തുവാണ്. പക്ഷെ അതൊരു ആക്ഷേപമാണ്. ശ്രീജിത്ത് പണിക്കർ ഹർത്താൽ നടത്തിയവരെയല്ല, ഹർത്താലിൽ അക്രമം നടത്തിയിരിക്കുന്ന ആൾക്കാരെ ഗുണ്ടകൾ എന്ന് 3 വട്ടം പറയും, അല്ലെങ്കിൽ 100 വട്ടം പറയും. സമാധാനപരമായിട്ട് ഹർത്താൽ നടത്തിയിരുന്നവരെ അല്ല പറഞ്ഞത്, അക്രമം നടത്തിയ ആൾക്കാരെ, വഴി തടഞ്ഞ ആൾക്കാരെ എന്ന് തന്നെയാണ്. അതിൽ ഒരു റിഗ്രറ്റും ഇല്ല. അങ്ങനെ കാണിക്കുന്നവർ ഗുണ്ടായിസമാണ് കാണിക്കുന്നത്, തെമ്മാടിത്തരമാണ്. അത് കാണിക്കുന്ന ആൾക്കാർ ഗുണ്ടകളാണ്, സംശയമില്ല. ഏത് നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ വഴി തടയുന്നത്? ഏത് നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഒരാൾ ഷോ കാണിച്ച് അങ്ങനെ ആശുപത്രി പോകണ്ടെന്ന് തീരുമാനിക്കുന്നത്? അവനാണോ തീരുമാനിക്കുന്നത് ഇന്ന് ആരൊക്കെ ആശുപത്രി പോകണം, ആരൊക്കെ പരീക്ഷ എഴുതണമെന്ന്? അതിനുള്ള അവകാശമൊന്നുമില്ല. പ്രതിഭയാണ്, പ്രതിഭാസമാണ്. ഹർത്താൽ സമാധാനപരമായിട്ട് പറയാം. നിങ്ങളാണ് പറഞ്ഞത് വഴി നടക്കാനുള്ള സ്വാതന്ത്ര്യം തടയില്ല, അവശ്യ സർവീസുകൾ തടയില്ല എന്ന് പറഞ്ഞത് നിങ്ങളാണ്. എന്നിട്ട് നിങ്ങൾ രായ്ക്ക് രാമാനും ആ തീരുമാനം മാറ്റുകയും ഇവിടെയുള്ള ആൾക്കാരെ വഴി തടയുകയും ചെയ്യാൻ ഏത് നിയമത്തിലാണെന്ന് പറഞ്ഞിട്ടൊക്കെ പോയാൽ മതി.
അങ്ങനെയാണെങ്കിൽ സമ്മതിച്ചു. ഏത് നിയമമാണ് ഹർത്താൽ നടത്തുന്ന ആൾക്കാർക്ക് വഴി തടയാനും ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്കുള്ള അനുമതി നൽകുന്നത്? ഒന്നുമില്ല. അതിനാണ് ഗുണ്ടായിസം എന്ന് പറയുന്നത്. ശിശുപാലൻ ചേട്ടാ, എനിക്കൊരു സോഡ വാങ്ങിച്ചോണ്ടോ, ഉപ്പിടണം കുറച്ച്. കാരണം ഇവിടെ ആർട്ടിക്കിൾ 21 അനുസരിച്ച് മനുഷ്യന് അന്തസ്സോടെ ജീവിക്കാനുള്ള ഒരു അവകാശമുണ്ട്. നിങ്ങൾക്ക് ഒരുപക്ഷെ അറിയില്ല ശ്രീ ചാലമോഹനൻ, ഇന്നത്തെ ദിവസം കീമോതെറാപ്പിക്ക് ഡേറ്റ് കിട്ടിയിരിക്കുന്ന ഒരാളിനെ സംബന്ധിച്ചിടത്തോളം ആ ഡേറ്റ് സ്കിപ്പ് ആയി കഴിഞ്ഞാൽ, ഡയാലിസിന് ഡേറ്റ് കിട്ടിയിരിക്കുന്ന ഒരാളിനെ സംബന്ധിച്ചിടത്തോളം ആ ഡേറ്റ് സ്കിപ്പായി പോയി കഴിഞ്ഞാൽ അയാൾക്കും അയാളുടെ കുടുംബത്തിനും ഉണ്ടാകുന്ന വ്യഥ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവില്ല. അത് നിങ്ങളുടെ പ്രശ്നമാണ്, മറ്റുള്ളവരുടെ പ്രശ്നമല്ലത്. ഇതിങ്ങനെ വെറുതെ വിട്ടാ പറ്റില്ല. റോസപ്പ് പോലുള്ള കവിള എനിക്ക് കൊതിയായിട്ട് പാടില്ല. ഞാൻ എന്ന് രണ്ടെണ്ണം പൊട്ടിച്ചിട്ട് ഓടിയിട്ട് വരാം. എന്നെ ഒന്ന് അനുഗ്രഹിച്ചേ. താങ്കളുടെ ഭാഷ്യത്തിൽ ചില പ്രശ്നങ്ങൾ നേരത്തെ തന്നെ ഉണ്ട്. താങ്കൾ പറയുന്നതിനോട് താങ്കളുടെ അഭിപ്രായങ്ങൾ വളരെ കാലം ഈ ചാനലൊക്കെ കാണുന്ന ഒരാളാണ്. പക്ഷേ താങ്കൾ ഇത്രയും തരംതാഴ്ന്ന് സംസാരിക്കാൻ പാടില്ലായിരുന്നു. ഇതിൽ തരംതാഴ്ന്നൊന്നുമില്ല. വഴി തടഞ്ഞിരിക്കുന്ന ഒരു ആശുപത്രിയിലേക്ക് ചികിത്സയ്ക്ക് പോകണമെന്ന് പറയുന്ന ക്യാൻസർ രോഗിയോട് നീ ഷോ കാണിച്ചിട്ട് അങ്ങനെ പോകണ്ട എന്ന് പറയുന്നത് ശുദ്ധ തെമ്മാടിത്തമാണ്. അങ്ങനെ പറയുന്നത് ഗുണ്ടായിസമാണ്. ഈ വെല്ലൂർ സർവകലാശാലയിലെ പരീക്ഷ എഴുതാൻ കഴിയാത്ത കുട്ടികളുടെ കാര്യത്തിൽ ഉത്തരവാദിത്വം സ്റ്റേറ്റിനാണ് എന്ന് സണ്ണി കബിക്കാട് പറയുന്നു. സ്റ്റേറ്റ് എന്ത് ചെയ്യണം? പ്രത്യേക വണ്ടി കൊണ്ടുവന്ന് കുട്ടികളെ പരീക്ഷയ്ക്ക് കൊണ്ടുപോകണോ? രോഗികളെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ സ്റ്റേറ്റ് വണ്ടി ഇറക്കണമോ? സാറേ, അതിനുള്ള സ്റ്റേറ്റിന്റെ വണ്ടിയാണ് സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ, KSRTC. ആ സാധനം ഇറങ്ങുന്ന സമയത്ത് നിങ്ങൾ അതിന്റെ മുന്നിൽ കിടന്നാൽ പിന്നെ എന്ത് ചെയ്യും? അതൊക്കെ ഗോപാലകൃഷ്ണൻ ഒരു നമ്പറല്ലേ? ഇത് എന്റെ ഒരു നമ്പറാ. കാണിക്കുന്നത് അതിൽ വേണ്ട തെണ്ടി. അത് ശരിയല്ല. ഇന്ന് അവസരം നഷ്ടപ്പെട്ടിരിക്കുന്ന നിരവധി വിദ്യാർത്ഥികളുണ്ട്. അവരുടെ അവസരമാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. ഒരു വർഷത്തിൽ ഒരിക്കൽ നടക്കുന്ന എൻട്രൻസ് ആണ്. അത് കേരളത്തിലെ ഒരു സർവകലാശാല തീരുമാനിക്കുന്നതല്ല, വെല്ലൂരിലാണ്. അങ്ങനെയുള്ള അവസരം നഷ്ടപ്പെട്ടിരിക്കുന്ന, രാവിലെ 6 മണിക്ക് ഇറങ്ങിയിരിക്കുന്ന കുട്ടികളുണ്ട്. അവരുടെ മാതാപിതാക്കളൊക്കെ ഇന്ന് ചാനലുകളുടെ മുന്നിൽ കരഞ്ഞുകൊണ്ടാണ് അവരുടെ ഒരു വർഷത്തെ എഫേർട്ടിനെ കുറിച്ച് പറയുന്നത്. അത് തടസ്സപ്പെടുത്തിയതിനു ശേഷം സഞ്ചാര സ്വാതന്ത്ര്യം അബ്സല്യൂട്ട് അല്ല എന്ന തരത്തിലൊന്നും താങ്കൾ സംസാരിക്കരുത്. അദ്ദേഹം ഇന്ന് ഒരു ചാനലിൽ സംസാരിക്കുന്ന സമയത്ത് ശ്രീ സണ്ണി കബിക്കാട് പറഞ്ഞത് ഇന്നൊരു പ്രത്യേക സാഹചര്യമാണ്, അപ്പോൾ അതുകൊണ്ട് മനുഷ്യർക്കുള്ള അവകാശം ഒരു അബ്സല്യൂട്ട് റൈറ്റ് ആണെന്ന് കരുതരുതെന്നാണ്. അത് തീരുമാനിക്കാൻ ശ്രീ സണ്ണി കബിക്കാട് ആരാണ്? നിങ്ങളൊരു ഹർത്താൽ പ്രഖ്യാപിച്ചു എന്ന് കരുതി ഇവിടെയുള്ള ജനങ്ങൾക്ക് ഭരണഘടനാദത്തമായിട്ട് കിട്ടുന്ന സ്വാതന്ത്ര്യം അബ്സല്യൂട്ട് ആണോ അല്ലയോ എന്ന് തീരുമാനിക്കാനുള്ള റൈറ്റ് നിങ്ങൾക്കാര് തന്നു? അതല്ല ഉദ്ദേശം. ഇന്ന് നിങ്ങളുടെ കൂട്ടത്തിലുള്ള ആൾക്കാരാണോ തീരുമാനിക്കേണ്ടത്? ഏതെങ്കിലും ഒരു രോഗി അയാളുടെ ഡയാലിസിന് പോകണോ, അയാളുടെ കീമോതെറാപ്പിക്ക് പോകണോ എന്ന് നിങ്ങളാണോ തീരുമാനിക്കുന്നത്? നിങ്ങൾ 7 ദിവസം മുമ്പ് ഹർത്താൽ പറഞ്ഞു എന്ന് കരുതി നിങ്ങളുടെ വീട്ടിൽ വന്നിട്ട് ചേട്ടാ ഞാൻ പൊക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് എഴുതി ഒപ്പിട്ട് മേടിക്കണോ? ഇത് വെള്ളരിക്കാപ്പട്ടണോ ഉഗാണ്ടയൊന്നും അല്ല. ഇവിടെ റൂൾ ഓഫ് ലോ നിലനിൽക്കുന്ന ഒരു രാജ്യമാണ്. അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ന്യായം ഒന്ന് ആലോചിച്ച് നോക്കൂ. പരീക്ഷ എഴുതാനായിട്ട് ആൾക്കാർ ആരെങ്കിലും ഇത്തരത്തിൽ വണ്ടി തടയുന്ന സ്ഥലത്ത് പെട്ടുകിടപ്പുണ്ടെങ്കിൽ അതിനുള്ള സംവിധാനം അവർ പറഞ്ഞിട്ട് ഉണ്ടാക്കണമായിരുന്നു. എങ്ങനെ? ഒരു 10 വണ്ടി കിടക്കുമ്പോൾ 10ാമത് കിടക്കുന്ന വണ്ടിയിലാണ് പരീക്ഷയ്ക്ക് പോകേണ്ട വിദ്യാർത്ഥികൾ ഉള്ളതെങ്കിൽ ഇവർ ക്രെയിൻ കൊണ്ടുവന്നിട്ട് ആ വണ്ടിയെ പൊക്കി ഈ ക്യൂവിന്റെ മുന്നിൽ കൊണ്ടുവെക്കുമോ? എന്തൊക്കെ അസംബന്ധമാണ്. അതേപോലെ അദ്ദേഹം മറ്റൊരു ചാനലിൽ പറയുന്നത് കേട്ടു, അങ്ങനെ ഉണ്ടെങ്കിൽ അവരെ പരീക്ഷയ്ക്ക് കൊണ്ടുപോകേണ്ടത് സ്റ്റേറ്റിന്റെ ഉത്തരവാദിത്തമാണെന്ന്. സാറേ, സ്റ്റേറ്റിന്റെ ഉത്തരവാദിത്തത്തിന് എങ്ങനെ കൊണ്ടുപോകാനാണ് സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ വണ്ടി ഉള്ളത്? ആ വണ്ടി എടുക്കുമ്പോൾ അതിന്റെ മുന്നിൽ കിടന്നിട്ട് സാഷ്ടാംഗ പ്രണാമം നടത്തുകയും അതിന്റെ മുന്നിൽ കിടന്ന് ശയനപ്രദക്ഷിണം നടത്തുകയും ചെയ്തു കഴിഞ്ഞാൽ പിന്നെ സ്റ്റേറ്റ് എന്ത് ചെയ്യും? പിന്നെ നിങ്ങൾ വിചാരിക്കുന്ന അനുസരിച്ച് സ്റ്റേറ്റും പോലീസും ഒക്കെ ഇവിടെയുള്ള രോഗികളെയും ഇവിടെയുള്ള വിദ്യാർത്ഥികളെയും എല്ലാം ഇന്ന് കൊണ്ടുപോകാനായിട്ടുള്ള സംവിധാനമില്ല. അതിനാണ് KSRTC ഉള്ളത്. ആ സംവിധാനത്തിനെ കൃത്യമായിട്ട് നിങ്ങൾ എവിടെയൊക്കെ തടഞ്ഞു എന്ന് ആലോചിച്ച് നോക്കൂ. കണ്ണൂർ, പഴയങ്ങാടി, കാൾടെക്സ്, പേരാമ്പ്ര, ഉള്ളിയേരി, എറണാകുളം, കോട്ടയം, തിരുനക്കര, തിരുവല്ല, അടൂര്, തമ്പാനൂര്, ഇവിടെ കണിയാപുരം, നെടുമങ്ങാട്, തടയാത്ത സ്ഥലം ഏതാ ഉള്ളത്? എല്ലാ സ്ഥലത്തും തടഞ്ഞു. എന്നിട്ട് നിങ്ങൾ പറയുന്നത് എന്താ? നിങ്ങളുടെ എന്തോ ഒരു ഔദാര്യം പോലെ കുറച്ച് കഴിഞ്ഞപ്പോൾ അങ്ങ് പോകാൻ സമ്മതിച്ചത്. എന്റെ കയ്യിൽ അവനെ കിട്ടിയ ഞാൻ അവനെ അരിഞ്ഞ് മുളകിട്ട് അങ്ങനെ തിന്നിടോ. സർക്കാർ ഓഫീസിന്റെ പ്രവർത്തനം തടയാനായിട്ട് നിങ്ങൾ ശ്രമിച്ചില്ലേ? ബാങ്കുകളെ തടയാനായിട്ട് നിങ്ങൾ ശ്രമിച്ചില്ലേ? ഈ ഡ്രൈവിംഗിന്റെ ലേണേഴ്സ് ടെസ്റ്റ് ഉള്ളത് ഡേറ്റ് എടുത്തതിന് ശേഷമാണെന്ന് അറിയാമല്ലോ. ഇന്നത്തേത് അങ്ങോട്ട് മാറ്റി നാളെ വെക്കാനൊക്കത്തില്ല എന്നറിയാമല്ലോ. അങ്ങനെ വന്നിരിക്കുന്ന ആൾക്കാരെ നിങ്ങൾ തടസ്സപ്പെടുത്താനായിട്ട് ശ്രമിച്ചില്ലേ? ഒരാഴ്ച മുൻപ് തന്നെ ഈ ഹർത്താൽ പ്രഖ്യാപിച്ചതാണ്, നോട്ടീസ് നൽകി. ഒരാഴ്ച മുമ്പാണെന്ന് വെച്ചാൽ ലേണേഴ്സ് ടെസ്റ്റിന്റെ ഡേറ്റ് മാറ്റാൻ പറ്റുമോ? ലേണേഴ്സ് ടെസ്റ്റിന്റെ ഡേറ്റ് മാറ്റാൻ പറ്റുമോ? വെല്ലൂരിലെ ഉള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്നത് കേരളത്തിൽ നിയന്ത്രിക്കുന്ന ഒരു സർവകലാശാല പോലുമല്ല. കേരളത്തിലെ നിയന്ത്രിക്കപ്പെടുന്ന ഒരു സർവകലാശാലയുടെ ടെസ്റ്റ്. ഇവരൊക്കെയാണ് പറഞ്ഞതൊക്കെ ഇച്ചിരി മര്യാദ വേണം ഇൻസ്ട്രക്ടറെ. വായിട്ടടച്ചിട്ട് കാര്യമില്ല. വായിട്ടലക്കല്ല, നിങ്ങൾ കാണിക്കുന്ന മര്യാദയാണ് തുറന്നു കാട്ടുന്നത്. വായിട്ടലപ്പല്ല, നിങ്ങൾ കാണിച്ചിരിക്കുന്ന കയ്യൂക്കിന്റെ പ്രകടനം ഇന്നുണ്ടായത്. ആ കയ്യൂക്കിന്റെ പ്രകടനത്തിനെയാണ് ചോദ്യം ചെയ്യുന്നത്. അത് അന്തസ്സും അഭിമാനവുമുള്ള ആരും ചോദ്യം ചെയ്യും. അതിന് നിങ്ങൾ ദളിത് കാർഡ് കൊണ്ടുവന്നിട്ട് വിക്ടിം കാർഡ് ഇറക്കരുത്. ഓഫീസും തുറക്കാത്ത നിരവധി ഹർത്താലുകൾ കേരളം കണ്ടിട്ടുണ്ട്.
അപ്പൊ ഇത് അതുപോലെ ആയിരിക്കണം. ആൾക്കാർ മുഴുവൻ തെരുവിൽ ഇറങ്ങി എന്തോ വലിയ കുഴപ്പം കാണിച്ചു എന്നൊക്കെ അതിനെ ഇവിടെ ആൾക്കാർ പുച്ഛിച്ച് തള്ളിയിട്ടുമുണ്ട് അങ്ങനെയുള്ള ഹർത്താലുകളെ. അങ്ങനെയുള്ള ഇവിടെ ഹർത്താലുകൾ നടന്നിട്ടുണ്ടല്ലോ, ഇല്ലേ? ഹർത്താൽ ആക്രമണം നടന്നിട്ടില്ലേ? അത്തരം ആക്രമണങ്ങളൊന്നും ഇതിനകത്ത് നടന്നില്ലല്ലോ. വണ്ടി തടഞ്ഞു. ആര് പറഞ്ഞു? ഒരു വ്യക്തിക്ക് കീമോതെറാപ്പിക്ക് ഡേറ്റ് കിട്ടിയാൽ ആ ദിവസം പോകണമെങ്കിൽ നിങ്ങളുടെ ഹർത്താലിന്റെ നേതൃത്വം നൽകുന്ന ആൾക്കാർ തീരുമാനിക്കണമെന്ന് പറയുന്നത് നിങ്ങളാണോ തീരുമാനിക്കുന്നത്? അബ്സല്യൂട്ട് റൈറ്റ് ആണോ അല്ലയോ? എന്റെ വായിക്കാത്ത കയറിയിരുന്ന് വിടുവിച്ചാലേ ശരിയാവും. എന്റെ വീട്ടിൽ വന്ന് ചോദിക്കണം എന്നൊക്കെ പറഞ്ഞ് തേർഡ് റേറ്റ് വർത്താനം നിങ്ങൾ പറയരുത്. ഒരു തേർഡ് റേറ്റ് വർത്താനൊന്നുമല്ല. ഏതെങ്കിലും ഒരുത്തർ വന്നിട്ട് റോഡിൽ നിന്നിട്ട് ഷോ കാണിച്ചു കഴിഞ്ഞാൽ നീ ആശുപത്രി പോകത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തേർഡ് റേറ്റ് പ്രവൃത്തിയാണെന്ന് പറയാനായിട്ട് സണ്ണി കവിക്കാരൻ എന്താണ് ഉറപ്പില്ലാത്തത്? എന്താണ് നട്ടലുറപ്പില്ലാത്തത്? അവർക്ക് താങ്കൾ പറയണം. നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഒരാൾ വന്നിട്ട് പൊതുനിരത്തിൽ വന്നിട്ട് ആശുപത്രിയിലേക്ക് പോകേണ്ടുന്ന ക്യാൻസർ രോഗിയോട് നീ ഷോ കാണിക്കുന്നതുകൊണ്ട് നീ പോവണ്ട എന്ന് പറയുമ്പോൾ ആ കാണിക്കുന്നതാണ് സാറേ തേർഡ് റേറ്റ് പ്രവൃത്തി. അല്ലാതെ അത് ആ കാണിച്ചിരിക്കുന്ന തെമ്മാടുത്തമാണെന്ന് പറയുന്നത് അല്ല തേർഡ് റേറ്റ്. ആ കാണിച്ചിരിക്കുന്ന പ്രവൃത്തിയാണ് തേർഡ് റേറ്റ്. യവൻ പുലിയാണ് കേട്ടാ. പുലി എന്ന് പറഞ്ഞാൽ വെറും പുലിയല്ല, ഒരു സിംഹം. അതൊക്കെ നിങ്ങളുടെ സംസ്കാരം. ഇത്തരം ആ കാണിക്കുന്ന സംസ്കാരത്തിന്റെ പേരാണ് പറഞ്ഞത്. ആ കാണിക്കുന്ന സംസ്കാരത്തിന്റെ പേരാണ് തെമ്മാടിത്തരം എന്ന് പറഞ്ഞത്. റോഡിൽ തടഞ്ഞു നിർത്തിയിട്ട് ഒരു രോഗിക്ക് ആശുപത്രിയിൽ പോകാനുള്ള സ്വാതന്ത്ര്യത്തിനെ നിഷേധിക്കുന്നെങ്കിൽ അത് തെമ്മാടിത്തരമാണ് സാർ. അല്ലാതെ അതിനെ അഭ്യുദയകാംക്ഷി എന്നല്ല പറയേണ്ടത്. ഒരേ ഒരു കേസാണ് നിങ്ങൾ ഈ പറയുന്നത്. ഒരേ ഒരു കേസ് കേരളത്തിലെ ആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ജീവിതമാണ് സാർ, അയാളുടെ കുടുംബത്തിന്. നിതിൻ രാജ് എന്ന് പറയുന്നത് ഒരാളിന്റെ കേസാണോ? നിതിൻ രാജിന്റെ പ്രശ്നം എന്ന് പറയുന്നത് ഒരാളിന്റെ കേസല്ല, കേരളത്തിന്റെ മൊത്തം കേസാണെന്ന് പറയുന്നത് പോലെ ഇന്ന് കീമോതെറാപ്പിക്ക് ഡേറ്റ് കിട്ടിയിരിക്കുന്ന ഒരാളിന്റെ കേസും നമ്മുടെ മൊത്തത്തിലുള്ള കേസാണ് സാറേ. അല്ല നിങ്ങളുടെ കേസ് മാത്രമല്ല. കാര്യം മനസ്സിലാക്കുക. അവര് ഹോസ്പിറ്റലിൽ പോയല്ലോ ആദ്യം. അവര് പോയോ ഇല്ലയോ എന്നുള്ളതല്ലല്ലോ ഇവിടുത്തെ വിഷയം. അത് പോലീസുകാർ കൊണ്ടുപോയിട്ടാണ്. നിങ്ങൾ ചെയ്തിരിക്കുന്ന സൗജന്യത്തിന്റെ പുറത്തൊന്നുമല്ല, നിങ്ങൾ കാണിച്ചിരിക്കുന്ന സൗജന്യത്തിന്റെ പുറത്തല്ല. വഴി തടയാനായിട്ടും താങ്കൾ പറഞ്ഞതുപോലെ അബ്സല്യൂട്ട് റൈറ്റ് അല്ല സഞ്ചാര സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞിരിക്കുന്നത് എന്ത് അധികാരത്തിന്റെ പേരിലാണ് ശ്രീ കവിക്കാട്? താങ്കൾക്ക് അങ്ങനെ ഒരു അധികാരമില്ല ഉണ്ടെന്ന് താങ്കൾ വിചാരിക്കുകയാണ്. ഇന്ന് തെരുവിൽ കണ്ടിരിക്കുന്നതാണ് തേർഡ് റേറ്റ് പ്രവൃത്തി. എവിടെയാണ്, എപ്പോഴാണ് പ്രവർത്തിക്കുന്നത്, എപ്പോഴാണ് പ്രവർത്തിക്കാത്തത് എന്ന കാര്യം അറിയാൻ പാടില്ലാത്ത ആളാണ് നിങ്ങളെങ്കിൽ നിങ്ങളോട് ഇത് പറഞ്ഞിട്ട് കാര്യമില്ല. ഇന്നുള്ള ഒരു വിദ്യാർത്ഥിയുടെ കാര്യം പറഞ്ഞുകൊണ്ട് നിരവധി വിദ്യാർത്ഥികൾ ഒരു വർഷമായി തയ്യാറെടുത്തിരുന്ന അവരുടെ എക്സാമിന്, എൻട്രൻസ് എക്സാമിന് അവസരം നിഷേധിച്ചതിന് ശേഷം ഒരു ഉളുപ്പുമില്ലാതെ ആ കാര്യത്തിനെ പറ്റി ഖേദമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ആ നഷ്ടപ്പെട്ട പിള്ളേർക്ക് പോയത് പോയി. ഞാൻ പറഞ്ഞ ഒറ്റ കാര്യമേ ഉള്ളൂ. വിദ്യാർത്ഥികൾക്ക് അവിടെയുള്ള പോലീസ് ഓഫീസർമാരെ സമീപിക്കാമായിരുന്നു. ഞങ്ങൾ പരീക്ഷയ്ക്ക് വന്നത് ഞങ്ങളെ കടത്തിവിടാൻ സംവിധാനം ഉണ്ടാക്കണം എന്ന് പറഞ്ഞത് അവിടെ തീർച്ചയായും നടക്കുമായിരുന്നു. ഇതാര് തടഞ്ഞെന്ന് ഈ പറയുന്ന നിങ്ങൾ? ഇവരാരെങ്കിലും ആവശ്യപ്പെട്ടോ ഞങ്ങൾ പരീക്ഷയ്ക്ക് പോവുകയാണെന്ന് പോലീസ് ഓഫീസേഴ്സിനോട് ആവശ്യപ്പെട്ടാൽ അവരിതിനുള്ള സംവിധാനം ചെയ്യും. തടഞ്ഞെങ്കിൽ നിങ്ങൾ പറയുന്നത് പോകാനുള്ള അവകാശമുണ്ട്. നിങ്ങളെ ബോധിപ്പിക്കേണ്ട കാര്യമില്ലെന്നേ. എന്ത് ഭ്രാന്താണ് ഇയാള് പറയുന്നത്? 5 പേർ ചേർന്ന് എന്ത് തോന്നിയാൽ കാണിക്കാറുണ്ട്. പിന്നെ ഈ പറയുന്ന 5 or 10 പേരെന്ന് പറഞ്ഞത് ഇത് ഞങ്ങളെല്ലാം കൂടെ സംഘടിച്ചാൽ നീ ഒന്നും ഒരു പുല്ലും ചെയ്യില്ല. ഈ നിൽക്കുന്ന ഈ യാത്രയ്ക്ക് എല്ലാം കൂടെ നീ ഒന്നും ഒരു പുല്ലും ചെയ്യില്ല. പിരിഞ്ഞു പോകില്ല എന്ന നിലപാട് തൽക്കാലം ഇത്രയും മതി. വരട്ടെ.